ഇന്ന് നമുക്കൊരു ഹ്യൂജ് മീഷോ അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ, അല്ലെങ്കിൽ മീഷോ ഹോൾ വീഡിയോ ആണ്. ഇത് ഇടയ്ക്ക് ഒരു ഇന്ത്യൻ സെയിൽ വന്നിട്ടുണ്ടായിരുന്നു, അപ് ടു 80%. അപ്പോഴും ഞാൻ വാങ്ങിയ കുറച്ചധികം പ്രോഡക്റ്റ്സ് ആണ്. ഇതൊക്കെ വന്നിരുന്നിട്ട് ഓൾമോസ്റ്റ് ഒരു 1 മന്ത് ആയി. എനിക്ക് ഇന്നാണ് അൺബോക്സ് ചെയ്യാൻ ടൈം കിട്ടിയത്. സോ ഫസ്റ്റ് വൺ വന്നിട്ട് കിച്ചണിലിടുന്ന ഈ ഒരു മാറ്റാണ് കേട്ടോ. ഇത് 2 പീസായിട്ടാണ് വരുന്നത്. ഒരു ചെറിയ മാറ്റും പിന്നെ ഒരു വലിയ മാറ്റും. അത്യാവശ്യവും നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സ് ആണ് എല്ലാം. പിന്നെ സെക്കൻഡ് വൺ വന്നിട്ട് നമ്മുടെ കിച്ചണിൽ കൗണ്ടർ ടോപ്പിലിടുന്ന വാട്ടർ അബ്സോർബിംഗ് ആയിട്ടുള്ള മാറ്റാണ് കേട്ടോ. ഇത് ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരുന്നു, പക്ഷേ ഞാൻ ഇപ്പോഴാണ് ട്രൈ ചെയ്യുന്നത്. അടുത്തത് വന്നിട്ട് നമ്മളിങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഇങ്ങനെ ഇടിച്ച് ചതയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നില്ല. ഇതിൻ്റെ ഒരു സ്റ്റോണിൽ വരുന്നത് എൻ്റെ അടുത്തുണ്ട്. ഇത് മറ്റേ അലുമിനിയം സ്റ്റീലോ അങ്ങനത്തെ എന്തോ മെറ്റീരിയലാണ്. പിന്നെ ഈ പ്രോഡക്റ്റ്സ് എല്ലാം എനിക്ക് ബിലോ 300 റേറ്റിന് കിട്ടിയതാണ് കേട്ടോ. ഒരെണ്ണം പോലും 300 എബോ ഇല്ല, എല്ലാം 300 ബിലോയാണ്. അടുത്തതും ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരുന്നു. ആ 3 പീസിൻ്റെ കത്തി ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. അതും ഞാൻ ഇപ്പോഴാണ് ട്രൈ ചെയ്യുന്നത്. ഇത് ഏതെങ്കിലും പ്രോഡക്റ്റ്സ് ട്രൈ ചെയ്തതിന് ശേഷമുള്ള റിവ്യൂ വേണമെങ്കിൽ പറയൂ, ഞാൻ അതിൻ്റെ റിവ്യൂ ചെയ്യാം. നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു സോപ്പ് ഡിസ്പെൻസറാണ്. ഇതിൻ്റെ വേറെ ഒരെണ്ണം എൻ്റെ അടുത്തുണ്ട്. അത് ഓൾമോസ്റ്റ് 2 ഇയേഴ്സായി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതും നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ളതാണ്. അങ്ങനെ ഇതാകുമ്പോഴത്തേക്കും നമുക്ക് സൈഡിൽ ഹാൻഡ് വാഷും കൂടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഈ മുട്ടായി പൊതിയുന്നത് പോലെ പൊതിഞ്ഞ് വന്നേക്കുന്നത് നമ്മളുടെ ഗ്യാസ് സ്റ്റൗ ഇല്ലേ, അതിൻ്റെ സൈഡൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രഷാണ്. ഇതും കോംബോയാണ്, 3 പീസ് വരുന്നുണ്ട്. പിന്നെ അടുത്തത് ഞാൻ ഭയങ്കര ആഗ്രഹത്തോടു കൂടി വാങ്ങിയ ഒരു കട്ട്ലറി സെറ്റാണ്. ഇത് വാങ്ങാനുള്ള കാരണം, ഞാൻ ഈ കളർ ചൂസ് ചെയ്യാനുള്ള കാരണം, ഞാനൊരു പുതിയ ദോശ പാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു നോൺ സ്റ്റിക്കിൻ്റെ. അതിൻ്റെ കളറും ഈ കളറും സെയിം ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ കളർ എടുത്തത്. പിന്നെ എനിക്ക് എത്ര പർച്ചേസ് ചെയ്താലും മതി വരാത്തൊരു സാധനമാണ് ഈ ടീ കോഫി ഷുഗറിൻ്റെ ക്യാനിസ്റ്റർ. ഇത് എൻ്റെ 3ാമത്തെ സെറ്റാണ് കേട്ടോ. ഞാൻ ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിൽ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു വെസ്റ്റ് സൈഡിൽ നിന്ന്. അതിനുശേഷം ഞാൻ ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങി. അതെല്ലാം എൻ്റെ കയ്യിൽ ഭദ്രമായി ഇരിക്കവേ തന്നെ ഞാൻ അടുത്തത് പിന്നെ മീഷോയിൽ നിന്നാണ് വാങ്ങിയത്. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കാനിസ്റ്റേഴ്സ് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ വാങ്ങിയത് ഈ ഒരു സ്റ്റാൻഡാണ്. ഇത് സെറ്റ് ചെയ്യാനായിട്ട് എനിക്ക് കുറച്ച് ടൈം എടുത്തു, എങ്കിലും കുഴപ്പമില്ല, വേർത്താണത്. ഇതും 300 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഇതും നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. സോ ഇത്രയും പ്രോഡക്റ്റ്സാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഐ തിങ്ക് ഇപ്പോഴും മീഷോയിൽ എന്തോ സെയിൽ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്റ്റൊക്കെ വാങ്ങണമെങ്കിൽ ഇപ്പോൾ വാങ്ങിക്കോളൂ, നല്ല ഓഫർ.